Tidal energy. Tide എന്ന് പറഞ്ഞാൽ തിര. It is the periodic rise and fall of water level of the sea due to the gravitational attraction of moon and sun. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ കാരണമായിട്ട് കടൽ ജലം പീരിയോഡിക്കലായിട്ട് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് ടൈഡ്. 70% of the tide producing force is due to the moon and only 30% due to the sun. അപ്പോൾ ടൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ മേജറായിട്ട് കാരണമായിട്ടുള്ളത് മൂൺ തന്നെയാണ്. ടൈഡിൻ്റെ റേഞ്ച് വാരി ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഹാസ് എ മാക്സിമം വാല്യൂ ഓഫ് 13.5 meter. ആവറേജ് ടൈഡൽ റേഞ്ച് ഈസ് 8.5 meter. അപ്പോൾ ടൈഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം there is a large scale up and down movement of sea water. So it can be used as an unlimited source of energy. ഈ ടൈഡിലുള്ള എനർജിയെ എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടൈഡൽ പവർ സ്റ്റേഷന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. So this is the case of sea water during high tide. ഹൈ ടൈഡ് സമയത്ത് ഈ വാൾവിലൂടെ അല്ലെങ്കിൽ ഈ പാത്തിലൂടെ ഈ ബേസിനിലോട്ട് വെള്ളം നിറയും. ലോ ടൈഡ് സമയത്ത് കടൽ നിരപ്പ് താഴ്ന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ ബേസിലുള്ള വെള്ളം തിരിച്ച് കടലിലോട്ട് പോവും ത്രൂ ദിസ് പാത്ത്. ഒന്നുകൂടി പറയാം, ഹൈ ടൈഡ് സമയത്ത് ജലനിരപ്പ് കൂടുതലാണ്. സോ സീയിൽ നിന്ന് ഈ പാത്തിലൂടെ ബേസിനിലോട്ട് വെള്ളം വരും. നൗ ലോ ടൈഡ് സമയത്ത് ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ടൈഡൽ ബേസിൽ നിന്ന് വെള്ളം കടലിലോട്ട് മൂവ് ചെയ്യും ത്രൂ ദിസ് TG. TG മീൻസ് ടർബൈൻ ജനറേറ്റർ ഓർ ടർബോ ജനറേറ്റർ. ടർബോ ജനറേറ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതിന്റെ ഭാഗമായി ടർബൈൻ കറങ്ങുന്നു, ഇന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് ദ കേസ്. സോ അറ്റ് ദ ടൈം ഓഫ് ഹൈ ടൈഡ് water is let into the basin and stored there. During the low tide, as seen in the right side figure, the same water can let back to sea through the turbine. Using an attached generator, tidal energy is converted into electrical energy. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ടൈഡലിൻ്റെ റേഞ്ച് വളരെ വാരിയിങ് ആണ്. ടൈഡ്സ് കം അറ്റ് വാരിയിങ് ടൈം ഹാവിങ് വാരിയിങ് റേഞ്ചസ് ആൻഡ് ഹെൻസ് ഫോർ എ ലാർജ് ഔട്ട്പുട്ട് റിക്വയർസ് എക്സ്ട്രീംലി ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്. ഒരു ഫിക്സ്ഡ് റേഞ്ചല്ല ടൈഡിൻ്റെ കേസുള്ളത്. വി നോ ദാറ്റ് ഇറ്റ്സ് എ വാരിയിങ് റേഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടർബൈനും ടർബോ ജനറേറ്ററും റിമൈനിങ് സിസ്റ്റം എല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഡിമാൻഡ്സ് ഹൈ കോസ്റ്റ്, ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്. അതാണ് ഈ ഒരു ടൈഡൽ പവറിൻ്റെ ഒരു മെയിൻ ഡിമെറിറ്റ് എന്ന് പറയുന്നത്. നൗ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ടൈഡൽ പവർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മൂൺ ഈസ് ദ മേജർ ഫാക്ടർ ഇൻ ദ ടൈഡൽ ഫോർമേഷൻ. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. Now this is the earth, എർത്തിന് മുകളിലുള്ള, this is the sea water, this is the moon. Surface water is pulled away from earth on the side facing moon.
മൂണിൻ്റെ ഡയറക്ഷനിലോട്ട് ഈ സർഫസ് വാട്ടർ പുൾ ചെയ്യപ്പെടും. സോ ഓട്ടോമാറ്റിക്കലി ഹൈ ടൈഡ് ഒക്കേഴ്സ് ദീസ് ഏരിയാസ്. നമുക്കറിയാം എർത്ത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ മൂണിൻ്റെ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. As Earth rotates, the position of a given area relative to motion changes, and so also do the tides. The time between high tide and low tide at any location is around 6 hours. High tide will experience at a point which is directly under the moon. അവിടെയാണ് മാക്സിമം അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് മൂൺ കാരണമായിട്ട്. അതുകൊണ്ട് തന്നെ ഹൈ ടൈഡ് ആ ഏരിയയിലാണ് ഫോം ചെയ്യുക. ഈ ഭാഗത്ത് ഒരു ഹൈ ടൈഡ് ഫോം ചെയ്താൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഭാഗത്തും ഹൈ ടൈഡ് ഫോം ചെയ്യും. എ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ഓൺ എർത്ത് സർഫസ് ആൾസോ എക്സ്പീരിയൻസ് ഹൈ ടൈഡ്. നൗ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ടൈഡൽ റേഞ്ച്. ടൈഡൽ റേഞ്ചിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുക ആർ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ടൈഡൽ റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു വാട്ടർ എലവേഷൻ അറ്റ് ഹൈ ടൈഡ് മൈനസ് വാട്ടർ എലവേഷൻ അറ്റ് ലോ ടൈഡ്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് ടൈഡുകളുണ്ട്. ഒന്ന് സ്പ്രിംഗ് ടൈഡ് ആൻഡ് നെക്സ്റ്റ് ഈസ് നീപ് ടൈഡ്. Let us discuss the first case, spring tide. This is moon, this is the sun, this is the earth. When the sun, moon and earth are approximately in the same line, അത്തരം സന്ദർഭങ്ങളിൽ ഫോം ചെയ്യുന്ന ടൈഡിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരേ ലൈനിലായിരിക്കും. ദാറ്റ് മീൻസ് മൂൺ കാരണമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവും, പ്ലസ് സൺ കാരണമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ദ ടൈഡൽ റേഞ്ച് വിൽ ബി എക്സെപ്ഷണലി ലാർജ്. ദാറ്റ് ഈസ് ഹൈ ടൈഡ്സ് ആർ ഹയർ than average tide, so automatically low tides are lower than the average. വെള്ളം ഇങ്ങോട്ട് സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ you can see the case of low tide. Next case, neap tide. When sun and moon are at right angles with respect to earth. സണ്ണും മൂണും എർത്തുമായി 90 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾ, ഇതൊരു പെർപെൻഡിക്കുലർ രീതിയിലാണ് ഇത് ഫോം ചെയ്യുന്നത് എങ്കിൽ ഇൻ ദിസ് കേസ് ടൈഡൽ റേഞ്ച് ഈസ് എക്സെപ്ഷണലി സ്മോൾ. കാരണം ഇവിടെ മൂൺ കാരണമായിട്ടുള്ള ഫോഴ്സ് മാത്രമേ ഇവിടെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. സൺ കാരണമായിട്ടുള്ള ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് കേസ് ഹൈ ടൈഡ്സ് ആർ ലോവർ ആൻഡ് ലോ ടൈഡ്സ് ആർ ഹയർ ദാൻ ആവറേജ് വാല്യൂ. Advantages and limitations of tidal power generation. Advantages and limitations of tidal power generation. Advantages. It is inexhaustible. മറ്റെല്ലാ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇത് ഇൻഎക്സോസ്റ്റബിൾ ആണ്, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന ഒന്നല്ല. സെക്കൻഡ് തിങ്, free from pollution. So it not uses fuels, not produces unhealthy gases. So this is free from pollution. Large area of valuable land is not required. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യബിൾ ലാൻഡ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതില്ല. വിൻഡ് മിൽസിനൊക്കെ നമ്മൾ ഒരുപാട് ലാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് പല പ്ലാന്റുകൾക്കും ഈ രീതിയിലുള്ള ലാൻഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സീ ഷോറാണ്. സോ ഇറ്റ് ഈസ് ഓൺ ദ സീ ഷോർ. സോ ലാർജ് ഏരിയ ഓഫ് വാല്യബിൾ ലാൻഡ് ഈസ് നോട്ട് റിക്വയർഡ്.
It works in combination with thermal and hydroelectric systems. ഇത് നമുക്ക് തെർമൽ പവർ ജനറേഷൻ്റെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യിക്കാം, ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റത്തുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാം, സോ ദാറ്റ് വി ക്യാൻ ഇംപ്രൂവ് ദ എഫിഷ്യൻസി. ദാറ്റ്സ് ഇറ്റ്. ലിമിറ്റേഷൻസ്, ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ടൈഡൽ റേഞ്ച് തന്നെയാണ്. ഔട്ട്പുട്ട് വാരീസ് വിത്ത് ദ വേരിയേഷൻ ഇൻ ദ ടൈഡൽ റേഞ്ച്. We know that tidal range is highly variable. That means the turbine have to work on wide range. Of course, it will affect the efficiency. We know that the tidal range is limited to few meters. And also, time of occurrence of the tide, that also changes continuously. Other demerits are seawater is corrosive. നമുക്കറിയാം സീ വാട്ടർ കൊറോസീവ് ആണ്, അതുകൊണ്ട് തന്നെ ദ മെഷീനറി മേ ഗെറ്റ് കൊറോഡ് ആൻഡ് ദ മെഷീനറി മേ ഗെറ്റ് ഡാമേജ്ഡ്. കൺസ്ട്രക്ഷൻസ് ഇൻ സീ ആൻഡ് ഷോർ ഈസ് ക്വയറ്റ് ഡിഫിക്കൽട്ട് ആൻഡ് എക്സ്പെൻസീവ്. മറ്റ് എനർജി സോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോസ്റ്റ്ലി വെൻ കമ്പയറിംഗ് വിത്ത് അതർ സോഴ്സസ് ഓഫ് എനർജി. There is one more fear that the tidal power plant may affect the fishing and navigation. ടൈഡൽ പവർ പ്ലാന്റുകൾ മത്സ്യബന്ധന മേഖലക്കും അതുപോലെ ജലഗതാഗതത്തെയൊക്കെ പല രീതിയിലും അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാമെന്നുള്ള ഭീഷണികളുണ്ട്. ദാറ്റ്സ് ഇറ്റ്.